സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ പ്ലഗ് ചെയ്യുക വഴിക്ക് തന്നെ ELCB ട്രിപ്പായി. അപ്പോൾ വീട്ടിലെ എർത്തിങ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാ സോക്കറ്റിലും ചെക്ക് ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു 3 പിൻ ടോപ്പ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വീട്ടിലെ എർത്തിങ് എല്ലാ പ്ലഗിലേക്കും വരുന്നുണ്ടോ, ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു 3 പിൻ ടോപ്പ് തന്നെ മതിയാവും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതേപോലത്തെ ഒരു 3 പിൻ ടോപ്പ് മേടിച്ച ശേഷം ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഒരു വയർ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വയർ ലൂപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ന്യൂട്രും എർത്തും തമ്മിലാണ് ലൂപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കാനായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടാവും, ഇവിടെ ലൈൻ എഴുതിയിട്ടുണ്ടാവും, ന്യൂട്രൽ ലൈൻ എർത്ത്. അപ്പോൾ ഈ ന്യൂട്രും എർത്തും തമ്മിൽ ഷോർട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മളിതിൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു 3 പിൻ ടോപ്പ് വാങ്ങിച്ചിട്ട് ഇതേപോലെ വയർ ഇതേപോലെ കണക്ട് ചെയ്തിടുക. ആദ്യം നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഉണ്ടാവും. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ DB എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം നമ്മളിത് ചെക്ക് ചെയ്യണ മുന്നേ ഈ ELCB ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കണം കേട്ടോ. ELCB ഉണ്ടെങ്കിൽ ഇതേപോലുള്ള മെത്തേഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ELCB വർക്കിംഗ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ. ഈ സ്വിച്ച് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ട്രിപ്പ് ആവും, കണ്ടില്ലേ? അപ്പോൾ ELCB ഒക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പ്രൊസീജിയറിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഏതിലാണോ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിന് മുന്നേ നമുക്ക് ഇതുപോലെ ഒരു ടെസ്റ്റർ ആവശ്യമുണ്ട്. ടെസ്റ്ററിൽ നമുക്ക് ഈ ഒരു കണക്ഷൻ ഇതിൽ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ആദ്യം ന്യൂട്രൽ ഇവിടെയാണ് ന്യൂട്രൽ വരേണ്ടത്. ഈ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ന്യൂട്രൽ വരണം, റൈറ്റ് സൈഡിൽ ഫേസ് വരണം. അപ്പോൾ ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം ആദ്യം. അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്ത ശേഷം ഓരോ ടെസ്റ്റർ എടുക്കുക. ടെസ്റ്റർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കണ്ടില്ലേ? ഇപ്പോൾ റൈറ്റ് സൈഡ് തന്നെയാണ് ഫേസ് വരുന്നത്, ലെഫ്റ്റ് സൈഡ് ന്യൂട്രൽ ആയിരിക്കും, നമ്മളൊന്നും കത്തില്ല. അതുപോലെ എർത്തിലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഫേസ് റൈറ്റ് സൈഡ് തന്നെയാണ്. അപ്പോൾ ഈ സോക്കറ്റിൻ്റെ കണക്ഷൻ കറക്റ്റാണ്. അപ്പോൾ ഈ കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇനി ഈ 3 പിൻ ടോപ്പ് വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ സോക്കറ്റാണ് നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ 3 പിൻ ടോപ്പ് ഒന്ന് കുത്തി നോക്കാം. കറക്റ്റായിട്ട് ELCB ട്രിപ്പ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ELCB ട്രിപ്പ് ആണെങ്കിൽ നമ്മൾ ആ എർത്തിങ് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ആ സോക്കറ്റിൽ എർത്തിങ് നല്ലപോലെ തന്നെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ 3 പിൻ ടോപ്പ് എടുത്തു. സ്വിച്ച് ഓൺ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന പിന്നെ പ്ലഗ് ചെയ്യുക വഴിക്ക് തന്നെ ELCB ട്രിപ്പായി. അപ്പോൾ ഈ സോക്കറ്റിൽ എർത്തിങ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതേപോലെ എല്ലാ പ്ലഗിലും തന്നെ നമ്മൾ ഇതേപോലെ ഒരു ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ആദ്യം ചെക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ 3 പിൻ ടോപ്പ് ഇതുപോലെ വയർ കണക്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ELCB അതുപോലെ RCCB നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ തീർച്ചയായും ഒരു ഇലക്ട്രിഷ്യൻ സഹായത്തോടത്ത് വെക്കണം. കാരണം ഒരു വീട്ടിൽ ഇത് അത്യാവശ്യം ഒരു സാധനമാണ്. നമ്മുടെ വീട്ടിലെ എർത്തിങ് ലീക്കേജ് സംഭവിക്കുമ്പോൾ ഇത് ട്രിപ്പ് ആവും കേട്ടോ. അപ്പോൾ അതൊന്ന് കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കാരണം വീട്ടിലെ എല്ലാ സോക്കറ്റിലും നമുക്ക് എർത്തിങ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ, എർത്തിങ് കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വിച്ച് ബോർഡ് അയച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതേപോലെ പ്ലഗ് ചെയ്തിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ട്രിക്സുള്ള അടുത്ത വീഡിയോ കാണാം. ബൈ.